+2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിൽ മൂന്നാമത്തെ ചാപ്റ്ററായ ഫങ്ഷൻസ് ആണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ പരിചിതമാകുന്ന രീതിയിലാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കറിയാം, വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, അതായത് ബാങ്കുകൾക്ക് വേണ്ടി, സൂപ്പർ മാർക്കറ്റുകൾക്ക് വേണ്ടി, കമ്പനികൾക്ക് വേണ്ടിയൊക്കെ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ലക്ഷക്കണക്കിന് ലൈനുകൾ ഉണ്ടായിരിക്കും. ഈ ലക്ഷക്കണക്കിന് ലൈനുകൾ ഒരാൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വലിയ പ്രോഗ്രാമുകളെ ചെറിയ ചെറിയ മോഡ്യൂളുകളായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം പലർ എഴുതുകയും അവസാനം ഇതിനെ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വലിയ പ്രോഗ്രാമുകളെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് വിഭജിക്കുന്നതിനെ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നു. അതിനെ മോഡുലറൈസേഷൻ എന്നൊക്കെ പറയുന്നു. ഇവിടെ C++ലും മോഡുലാർ പ്രോഗ്രാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ മോഡുലാർ പ്രോഗ്രാമിംഗ് അർത്ഥവത്താക്കുന്നത് ഫങ്ഷൻസ് എന്ന കൺസെപ്റ്റിലൂടെയാണ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കിവിടെ അറിയേണ്ട ചില കാര്യങ്ങളാണ് എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നും ഈ മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസുകൾ എന്ത്, ഡിസഡ്വാൻറ്റേജസുകൾ എന്തെന്നും അതുപോലെ ഫങ്ഷനുകളെ പറ്റിയും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഫങ്ഷൻ്റെ ഫങ്ഷന് ഒരുപാട് ഡെഫിനിഷനുകളുണ്ട്, എങ്കിലും ഫങ്ഷൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ എഴുതിയിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇൻ C++, ഫങ്ഷൻ ഈസ് എ വേ ടു ഡിവൈഡ് ലാർജ് പ്രോഗ്രാംസ് ഇൻറ്റു സ്മോളർ സബ് പ്രോഗ്രാംസ്. C++ൽ ഫങ്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അത് വലിയ പ്രോഗ്രാമുകളെ ചെറിയ ചെറിയ സബ് പ്രോഗ്രാമുകളാക്കി എഴുതുന്നതിനുള്ള ഒരു വഴിയാണ് ഫങ്ഷൻസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഒരു എക്സാമ്പിൾ കൂടി അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഈസ് കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ദെൻ ഈ ഫിഗറും ഒന്ന് നോക്കുക. ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സ്കൂൾ സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഫീസുകൾ കൈകാര്യം ചെയ്യണം, അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചെയ്യണം, റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും പലർ പാരലലായിട്ട് ചെയ്യുകയും ഇതിനെ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യുന്നതാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഫിഗറിനകത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതൊരു സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ഒരാൾ ചെയ്യുന്നു, ഇവാലുവേഷൻ്റെ ഒരാൾ ചെയ്യുന്നു, അക്കൗണ്ട്സ് ഒരാൾ ചെയ്യുന്നു, കൂട്ടി യോജിപ്പിക്കുന്നു, അതിനെ ഒരു സോഫ്റ്റ്വെയർ ആക്കി മാറ്റിയെടുക്കുന്നു. അതുകൊണ്ട് നമ്മളതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ പ്രോഗ്രാമിംഗ് ദ എൻറ്റയർ പ്രോബ്ലം വിൽ ബി ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാംസ്. ദിസ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഈസ് നോൺ ആസ് മോഡുലാർ പ്രോഗ്രാമിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രോഗ്രാമുകളെ ചെറിയ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതുന്നതിനാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻറ്റു സ്മോളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. ഈ ലാർജ് പ്രോഗ്രാമിനെ ചെറിയ പ്രോഗ്രാമുകളാക്കി തിരിക്കുന്നതിന് മോഡുലറൈസേഷൻ എന്ന് പറയുന്നു. C++ഉം മോഡുലറൈസേഷനെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ C++ ഫെസിലിറ്റേറ്റ് മോഡുലാർ പ്രോഗ്രാമിംഗ് വിത്ത് ഫങ്ഷൻസ് എന്ന കൺസെപ്റ്റിലൂടെയാണ് C++ മോഡുലാർ പ്രോഗ്രാമിംഗ് അർത്ഥവത്താക്കുന്നത്. ഇനി അടുത്ത നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആദ്യം നോക്കേണ്ടത് മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ സൈസ് കുറയ്ക്കുന്നു. The modular approach helps to isolate the repeating task. എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന ടാസ്കുകളെ ഒരു വട്ടം എഴുതിയതിന് ശേഷം അതിൻ്റെ പേര് വെച്ച് വിളിക്കുകയാണ്. വീണ്ടും അത് എഴുതേണ്ട ആവശ്യം ഇല്ല.
രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ സൈസ് കുറയുന്നത് കൊണ്ട് ചാൻസ് ഓഫ് ലോജിക്കൽ എറർ വിൽ ബി മിനിമൈസ്ഡ്, syntax error will be minimized. That is, when the size of program is reduced, naturally syntax errors will be less in number, the chance of logical error will be minimized. മൂന്നാമത്തതാണ് reduces program complexity. If we properly divide the problem into smaller conceptual units, the development of the logic of solution will be simpler. അപ്പോൾ പ്രോഗ്രാം ചെറിയ ചെറിയ പീസുകളായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. നാലാമത്തത് ലാസ്റ്റ് വണ്ണാണ് ഇംപ്രൂവ് റീയൂസബിലിറ്റി. ദാറ്റ് ഈസ്, ഒരു വട്ടം ഈ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിനെ പല പ്രോഗ്രാമുകൾക്ക് പലപ്പോഴായി വിളിക്കാൻ പറ്റും. എ ഫംഗ്ഷൻ റിട്ട് വൺസ് മേ ബി യൂസ്ഡ് ലേറ്റർ ഇൻ മെനി അതർ പ്രോഗ്രാംസ്. അതോടൊപ്പം മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ദിസ് റെഡ്യൂസസ് ടൈം ടേക്കൺ ഫോർ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ്. പ്രോഗ്രാം ഡെവലപ്മെൻറ്റിൻ്റെ ടൈമും കുറയ്ക്കുന്നു. ദെൻ തീർച്ചയായിട്ടും എല്ലാത്തിനും മെറിറ്റ്സ് ഉണ്ടെങ്കിൽ ഡിമെറിറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട്. സോ ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്. ഒന്ന്, പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോബ്ലം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. ഈ പ്രോഗ്രാമിനെ പല സെക്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നതും വളരെ ശ്രദ്ധിച്ചു വേണം. അറ്റ്മോസ്റ്റ് കെയർ ഷുഡ് ബി ഗിവൺ while setting the hierarchy of the execution of modules. അപ്പോൾ അത്രയുമാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ ഡെഫിനിഷനും മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അടുത്ത് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് എന്താണ്. ഫങ്ഷൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, എങ്കിലും കുറച്ചുകൂടെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ്, ഫങ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം to perform a specific task as part of the solution. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേരിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഗ്രൂപ്പാണ്. അതൊരു പ്രത്യേക വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. C++ൽ 2 ടൈപ്പ് ഫങ്ഷനുകളാണ് ഉള്ളത്. C++ പ്രൊവൈഡ്സ് 2 types of functions. ഒന്ന് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്. C++ തന്നെ പ്രോഗ്രാമിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നത്, പ്രോഗ്രാം എഴുതുന്നത് എളുപ്പമാക്കുന്നതിന് ഒരുപാട് ഫങ്ഷനുകൾ ഇതിൻ്റെ ലൈബ്രറിയിൽ എഴുതി വച്ചിരിക്കുന്നു. ഈ ലൈബ്രറിയിൽ എഴുതി വച്ചിരിക്കുന്ന ഫങ്ഷനുകളെയാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ built-in functions എന്ന് പറയുന്നത്. C++ provides a rich collection of functions ready to be used for various tasks. Such reduced use programs are called predefined functions or built-in functions. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ C++ നമ്മൾ തന്നെ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും തരുന്നുണ്ട്. അതിനെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നു. C++ provides the facility to create your own functions. They are known as user defined functions. They are used as user defined functions. അപ്പോൾ നമ്മൾക്കും C++ൻ്റെ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ കൂടാതെ ഫംഗ്ഷനുകൾ ഉണ്ടാക്കാം. അതിനെ എന്ത് പറയുന്നു? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. C++ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ്-ഇൻ ഫംഗ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക്
ചില ലൈബ്രറികൾ കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട വരും. ദെൻ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് പവർ കാണണം എന്ന് അല്ലെങ്കിൽ ഒരു 2⁵ കാണണമെന്ന് വിചാരിക്കുക. എന്താണ് 2⁵. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം x ഈസ് ഈക്വൽ ടു 2 × 2 × 2 × 2 എന്ന് എഴുതാം. അപ്പോൾ 5 വട്ടം 2നെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സിലേക്ക് അസൈൻ ചെയ്യുന്നു. അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം x ഈസ് ഈക്വൽ ടു പവർ 2,5. ദാറ്റ് ഈസ് സെയിം ആസ് 2⁵. അപ്പോൾ വലിയ റേസ് ടു ദ പവർ ഉള്ള വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകൾ എന്ന് പറയുന്നത്. ഇനി ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകൾ ഒന്നൊന്നായിട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേതാണ് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ IO, ദാറ്റ് ഈസ് ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ പറയാനുണ്ട്. ഈ ഫംഗ്ഷനുകൾക്കകത്ത് ഈ ഫംഗ്ഷനുകളുടെ സുഗമമായ വർക്കിന് വേണ്ടി ചില വേരിയബിളുകളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. വി കോൾ ദം പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. അതിന് മുമ്പ് നമുക്ക് നോട്ട്സ് എഴുതുന്നത് എങ്ങനെയാണ്? C++ provides a number of functions for various tasks. While using these functions, some of them require data for performing the task assigned to it. We call them parameters or arguments. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് ഓഫ് പ്രീഡിഫൈൻഡ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഒന്നാമത്തതാണ് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഈ ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹെഡർ ഫയലിൽ നമ്മൾ നേരത്തെ ഇൻക്ലൂഡ് IOStream എന്ന് എഴുതുന്നത് പോലെ ഇവിടെ എഴുതണം ഇൻക്ലൂഡ് CSTDIO. These function require the inclusion of header file CSTDIO. ഇതിനകത്ത് ഈ കൺസോൾ IO ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത് 2 ഫംഗ്ഷനുകളാണ്. ഒന്ന് get char function. This function returns the character that is put through the keyboard. അത് നമ്മൾ cin എഴുതുന്നത് പോലെ get char എന്നെഴുതിയാൽ നിങ്ങൾ കീബോർഡിൽ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടറിനെ കമ്പ്യൂട്ടർ സ്വീകരിക്കും. അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിൻടാക്സ് എന്ന് പറയുന്നത് ക്യാരക്ടർ സിൻടാക്സ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം ക്യാരക്ടർ CH is equal to get char. അതുപോലെ രണ്ടാമത്തതാണ് put char. This function displays the character given as arguments on the standard output unit. ഈ പുട്ട് ക്യാറിനകത്ത് കൊടുക്കുന്ന വാല്യൂ മോണിറ്ററിൽ കാണിക്കും. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പുട്ട് ക്യാർ C. അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേസ് C on the screen. ദെൻ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ CIN Cout ഒക്കെ ഉപയോഗിക്കുന്നതിന് ഇൻക്ലൂഡ് IOStream എന്ന് എഴുതിയിരുന്നു. ഇവിടെ ഇൻക്ലൂഡ് CSTDIO എന്ന് എഴുതണം. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ പുട്ട് ക്യാർ ഉപയോഗിച്ചിരിക്കുന്നു. ഗെറ്റ് ക്യാർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇവിടെ ഗെറ്റ് ക്യാർ ഉപയോഗിച്ചിരിക്കുന്നു, ഇവിടെ പുട്ട് ക്യാർ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇൻക്ലൂഡ് CSTDIO ഈ ഹെഡർ ഫയൽ ഇവിടെ ഉപയോഗിച്ചിരിക്കണം. രണ്ടാമതാണ് സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഫങ്ഷൻസ് ക്യാരക്ടേഴ്സിനെ സ്വീകരിക്കുന്നതിനും ക്യാരക്ടേഴ്സിനെ ഔട്ട്പുട്ട് ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. ഇവിടെ സ്ട്രീം ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് ക്യാരക്ടേഴ്സിനെയും ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്കറിയാം സ്ട്രിങ്ങുകളെയും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സ്ട്രീം ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. C++ provides another facility to perform input operations on characters and strings. സ്ട്രിങ്ങിനകത്ത് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടറിനെയും മാനേജ് ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ ആണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇതിനെ വീണ്ടും ഇൻപുട്ട് ഫംഗ്ഷനുകളെന്നും ഔട്ട്പുട്ട് ഫംഗ്ഷനുകളെന്നും തിരിച്ചിട്ടുണ്ട്. ഇൻപുട്ട് ഫംഗ്ഷനുകൾ രണ്ടാണ്, ഗെറ്റും ഗെറ്റ് ലൈനും. ഒന്ന് ഗെറ്റ്
It can accept a single character or multiple characters through the keyboard. For example, എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം ക്യാരക്ടർ, അത് അതിൻ്റെ ഡിക്ലറേഷനാണ്. ദെൻ CH ഈസ് ഈക്വൽ ടു CIN ഡോട്ട് ഗെറ്റ് CH, അല്ലെങ്കിൽ പകരം CIN ഗെറ്റ് CH ഇങ്ങനെയും എഴുതാം, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ദെൻ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഇവിടെ ഒരു കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഈ അറേയെ CIN ഗെറ്റ് str10 എന്ന പേരിൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അടുത്തതാണ് ഗെറ്റ് ലൈൻ. ഇൻപുട്ടിനകത്തുള്ളത് ഗെറ്റ് ലൈൻ ആണ്. ഇറ്റ് അക്സെപ്റ്റ്സ് എ സ്ട്രിങ് ത്രൂ ദ കീബോർഡ്. ഇത് ഒരു സ്ട്രിങ്ങിനെ കീബോർഡ് വഴി സ്വീകരിക്കുന്നു. അപ്പോൾ അതിനും ഡിക്ലറേഷൻ ഇവിടെ ഉണ്ട്. ദെൻ വേറെ അതിൻ്റെ ഇതുണ്ട്. ദെൻ 2 ടൈപ്പ് ഉണ്ട്, എങ്കിലും ഒരെണ്ണം അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് CIN ഗെറ്റ് ലൈൻ strlen. strlen എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ആണ്, നമ്മൾ എത്ര വേണമെങ്കിലും കൊടുക്കാം. ദെൻ ഇതിനകത്ത് രണ്ടാമതാണ് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഔട്ട്പുട്ട് ഫങ്ഷൻസ് രണ്ടാണുള്ളത്. ഒന്ന് പുട്ട് ഫങ്ഷൻ. ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ഓർ കണ്ടന്റ് ഓഫ് ദ ക്യാരക്ടർ വേരിയബിൾ ആസ് ആർഗ്യുമെൻറ്റ്സ്. ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എഴുതിയാൽ മതി cout put b. b will be seen അല്ലെങ്കിൽ printed on the monitor. Then write, പേര് പോലെ തന്നെ this function displays a string contained in the arguments. അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഡിക്ലറേഷനാണ്. ദെൻ cout str0 hello will be displayed on the screen. ദെൻ മൂന്നാമത്താണ് സ്ട്രിങ് ഫങ്ഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് സ്ട്രിങ് ഫങ്ഷൻസ്. സ്ട്രിങ് ഫങ്ഷൻസ് സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് സ്ട്രിങ്ങിൻ്റെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ നിങ്ങൾ ഈ ഫങ്ഷനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദ ഹെഡർ ഫയൽ C string ഈസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോഗ്രാം. ഒന്നാമത്താണ് strlen. പേര് പോലെ തന്നെ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഒന്ന് strlen. ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിങ്. അതിൻ്റെ ജനറൽ ഫോം സിൻടാക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒക്കുന്നവരൊന്ന് നോക്കുക. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കുക. നമ്മൾ ജസ്റ്റ് എഴുതുന്നു n ഈസ് ഈക്വൽ ടു strlen കമ്പ്യൂട്ടർ. ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺസ് 8. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ എന്ന വാക്കിന് 8 ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിവിടെ റിട്ടേൺ ചെയ്യുന്നു. അടുത്തതാണ് strcpy. ഒരു സ്ട്രിങ്ങിലേക്ക് മറ്റൊരു സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയാണ് strcpy ഉപയോഗിക്കുന്നത്. ദിസ് ഫങ്ഷൻ ഈസ് യൂസ് ടു കോപ്പി വൺ സ്ട്രിങ് ടു അനദർ. അതിൻ്റെ സിൻടാക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കുക. 2 അറേസ് അല്ലെങ്കിൽ 2 സ്ട്രിങ്ങുകൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഒന്ന് s1, അടുത്തത് s2. s2വിനകത്തൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു വെൽക്കം. ദെൻ സ്ട്രിങ് കോപ്പി s1, s2. s2നെ s1ലേക്ക് കോപ്പി ചെയ്യുന്നു. s1ൽ ഒന്നുമില്ലായിരുന്നു, s2വിൽ വെൽക്കം എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരുന്നു. ഇനി cout s1 കൊടുക്കുമ്പോൾ s1ൽ ഈ s2വിലുള്ളത് കാണിക്കുന്നു. ഓക്കെ, അത് വായിച്ചു നോക്കുക. വളരെ ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് ഈസ് strcat. എന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദിസ് ഫങ്ഷൻ ഈസ് യൂസ് ടു അപ്പൻഡ് വൺ സ്ട്രിങ് ടു അനദർ. 2 സ്ട്രിങ്ങുകളെ കൂട്ടി യോജിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അതിൻ്റെ ജനറൽ ഫോം ഇവിടെ കിടപ്പുണ്ട്. strcat string 1, string 2. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. s120 അത് ഒരു ഡിക്ലറേഷനാണ്, അതിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് വെൽക്കം. അടുത്ത s220 മറ്റൊരു ഡിക്ലറേഷൻ, അതിന് ടു C++ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ strcat s1, s2. cout s1 എന്ത് സംഭവിക്കുന്നു? ഇറ്റ് വിൽ പ്രോഗ്രാം കോഡ് വിൽ ഡിസ്പ്ലേ വെൽക്കം ടു C++. ദെൻ ഫോർത്ത് വൺ strcmp ഫോർ കമ്പയറിംഗ് 2 സ്ട്രിങ്സ്. 2 സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്തതിന് ശേഷം അത് ഈക്വൽ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നു. ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ 2 സ്ട്രിങ്സ്. ജനറൽ ഫോം ഇവിടെ കിടപ്പുണ്ട്. ജനറൽ ഫോമിനകത്ത് strcmp string 1, string 2. ദിസ് ഫങ്ഷൻ
any of the following values. That is, നോക്കുക, return 0 if string 1 and string 2 are same. Return negative value if string 1 alphabetically lower അല്ലെങ്കിൽ string 2. ഈ പ്രോഗ്രാം ഒന്ന് വായിച്ചു നോക്കുക. strcmp കേസ് സെൻസിറ്റീവ് ആണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിനെയും സ്മോൾ ലെറ്ററിനെയും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നു. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ്സ് ഇഗ്നോറിംഗ് കേസസ്. അതിന് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ എഴുതിയാലും മതി. strcmp abc, abc gives 0 എന്ന് പറഞ്ഞാൽ ഇവിടെ abcയും കേസ് സെൻസിറ്റീവ് ആണ്. ഇവിടെ കേസ് സെൻസിറ്റീവ് അല്ലെങ്കിലും 0 തരുന്നു. അതാണ് strcmp തമ്മിലുള്ള ഡിഫറൻസ്. Then next is mathematical functions. Mathematical functions ഉപയോഗിക്കുന്നത് കാൽക്കുലേഷൻ, മാത്തമാറ്റിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി. ഇവിടെ കോമൺലി യൂസ്ഡ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇങ്ങനെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ഈ മാത്ത് ഫങ്ഷൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൗ പോലെയുള്ള ഫങ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ CMath എന്ന് പറയുന്ന ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യണം. We should include the header file CMath. ഒന്നാമത്താണ് ABS. നമുക്കറിയാം absolute value. It is used to find the absolute value of an integer. Example, ABS -5 gives 5. Absolute value. Next is SQRT. It is used to find the square root of a number. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് ഉപയോഗിക്കുന്നു. ഇവിടെ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്, എങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളുകൾ ഞാനിപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കുക. SQRT 25 gives 5. Next is POW. This function is used to find the power of a number. ഒരു സംഖ്യയുടെ പവർ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, POW 2.5 gives 32. That is 2 raised to 5. That's all about the mathematical functions. Then next is character functions. Character functions ക്യാരക്ടറിനെ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ദ ഹെഡർ ഫയൽ CC ടൈപ്പ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്താണ് isUpper. This function is used to check whether the given character is uppercase or not. അതിൻ്റെ റിട്ടേൺ വാല്യൂ എഴുതിയിട്ടുണ്ട്. ദിസ് ഫംഗ്ഷൻ റിട്ടേൺ 1 if the given character is uppercase, 0 otherwise. എക്സാമ്പിൾ ഇവിടെ കിടപ്പുണ്ട്, എങ്കിലും ഈ എക്സാമ്പിൾ നോക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എഴുതിയാലും മതി. isUpper A gives 1. isUpper A gives 0 എന്ന് പറഞ്ഞാൽ A ക്യാപിറ്റൽ ആണോ? ക്യാപിറ്റൽ ആണ്. ഇവിടെ ആർഗ്യുമെൻ്റ് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ആണെങ്കിൽ 1 തരും. ക്യാപിറ്റൽ ഇവിടെ സ്മോൾ ആണെങ്കിൽ 0 തരും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈസ് ലോവർ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ചെക്ക് ദ ഗിവൻ ക്യാരക്ടർ ഈസ് ലോവർ കേസ് ഓർ നോട്ട്. അടുത്തത് ഈസ് ആൽഫ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ചെക്ക് വെദർ ദ ഗിവൻ ക്യാരക്ടർ ഈസ് ആൽഫബറ്റ് ഓർ നോട്ട്. This function returns 1 if the given character is alphabet and 0 otherwise. Next is digit. This function is used to check whether the given character is digit or not. തന്നിരിക്കുന്ന given character digit ആണോ അല്ലയോ എന്ന് ഇത് നോക്കുന്നു. This function return if the given character is digit അല്ലെങ്കിൽ 0. Is alphanumeric. തന്നിരിക്കുന്നത് ആൽഫബറ്റോ ന്യൂമറിക്കോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആൽഫബറ്റിക് ഓർ നോ. ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ABCD, ന്യൂമറിക് 1 2 3 എന്നുള്ളത്. അതിൻ്റെയും മറ്റേതുപോലെ തന്നെയാണ് ഫംഗ്ഷൻ റിട്ടേൺ 1 ഇഫ് ദ ഗിവൻ ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക് ആൻഡ് 0 അതർവൈസ്. നെക്സ്റ്റ് ഈസ് ടു അപ്പർ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു കൺവേർട്ട് ദ ഗിവൻ ക്യാരക്ടർ ടു അപ്പർ കേസ്. തന്നിരിക്കുന്ന ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് മാറ്റുന്നു. To lower. This function is used to convert the given characters
ഇൻ ലോവർ കേസ്. തന്നിരിക്കുന്ന ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് മാറ്റുന്നു. അതിൻ്റെയൊക്കെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ് ആൽഫ എ, ഈസ് അപ്പർ എ ഗീവ്സ് 0, ഈസ് ലോവർ എ ഗീവ്സ് 1, ഈസ് ആൽഫ എ ഗീവ്സ് 1 ആൽഫബറ്റിക് ആണ്. ഈസ് ആൽഫ 3 ഗീവ്സ് 0 ആൽഫബറ്റ് അല്ല, നമ്പർ ആയിപ്പോയി. ഈസ് ഡിജിറ്റ് 5 ഗീവ്സ് 1, ഈസ് ഡിജിറ്റ് എ ഗീവ്സ് 0 നമ്പർ അല്ല. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടു അപ്പർ എ ഗീവ്സ് എ, ഇതിനെ അപ്പർ കേസിലേക്ക് മാറ്റുന്നു. ടു ലോവർ എ, ഇതിനെ ലോവർ കേസിലേക്ക് മാറ്റുന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ built-in functions available in C++. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ built-in functions.